ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ പിക്സൽ 10 ലേറ്റസ്റ്റ് കുറേ അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ കുറേ ഫീച്ചേഴ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു ഷോർട്സും കാര്യങ്ങൾ കിട്ടണമെന്ന് പിക്സൽ ഡ്രോപ്പ് എന്നാണ് അവർ ഇതിന് പറയുന്നത്. അവർ എസ്പെഷ്യലി നമുക്കൊരു ഇതുപോലെ മെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി പിക്സൽ ഡിവൈസ് രജിസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഞങ്ങൾക്ക് ഓൾറെഡി അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. ഇതിലത്തെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് AI പവേർഡ് സ്കാം പ്രൊട്ടക്ഷൻ ആണ്. നമുക്ക് ഈ കോൾസ് വരുന്ന സംഭവമൊക്കെ ഇല്ലേ, അത് നമുക്ക് ഇനി ട്രൂ കോളറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്പാം ഡിറ്റക്ഷൻ യൂസസ് പ്രൈവറ്റ് ഓൺ ഡിവൈസ് AI ടു ഹെൽപ്പ് ഡിറ്റക്ട് കൺവേഴ്സേഷൻ പാറ്റേൺ കോമൺലി യൂസ് ബൈ സ്കാമേഴ്സ്. അത് നമുക്ക് സ്കാമേഴ്സിനെ കണ്ടുപിടിക്കാം. മെസ്സേജിലും എല്ലാത്തിലും പറ്റൂട്ടാ. അപ്പോൾ കോൾസിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി കാണിക്കുകയും ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഇത് വർക്ക് ആവുന്നുണ്ട്, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫോട്ടോ എഡിറ്റിംഗ് ഫീച്ചറിലൊക്കെ നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തീം അപ്ഡേറ്റ്സ് കുറേ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഫോട്ടോസ് നമുക്ക് റിമിക്സ് ചെയ്യാം. എനി ഫോട്ടോ റൈറ്റ് ഇൻ ടു യുവർ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ലോങ് ഷോർട്ട് സ്റ്റോറിന് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് AI തന്നെ ചെറുതാക്കി തരും. പിന്നെ മോർ വേസ് ടു കീപ്പ് യുവർ VIPs ഈവൻ ക്ലോസർ. അതായത് പിക്സൽ VIP പ്രയോറിറ്റി നോട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ VIP അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് അവരുടെ നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് കാണിക്കാം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമുക്കത് ഇങ്ങനെ കണ്ടോ, ഈ പടം കാണിച്ചാൽ കണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ അത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് ആഡ് ദ മാജിക് ഓഫ് വിക്കറ്റ് എന്ന് പറയുന്നത് ഒരു തീമാണ്. ഇൻസ്റ്റന്റ്ലി കസ്റ്റമൈസ് യുവർ പിക്സൽ വിത്ത് സീസണൽ വിക്കറ്റ്സ് ഫോർ ഗുഡ് തീംസ് പാക്സ്. അപ്പോൾ വൺ ടാപ്പ് ചേഞ്ചസ് യുവർ വാൾപേപ്പർ ഐക്കണും GIF-ഉം സൗണ്ടും എല്ലാം മാറ്റാൻ പറ്റും നമുക്ക് ഇതേപോലത്തെ ഞാൻ ഈ തീമുകളൊന്നും ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം അത്. അപ്പോൾ ഇതേപോലെ തീമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വിക്കറ്റ് സൗണ്ടും ഉണ്ട്. അത് പക്ഷേ ചാർജബിൾ ആണ്. നമുക്ക് പിക്സൽ ബഡ്സ് പ്രോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയും അപ്ഡേറ്റ്സുകളാണ് വന്നിട്ടുള്ളത്. ഞാൻ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ ഞാൻ ഓൾറെഡി ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു, പക്ഷേ ജസ്റ്റ് അതിൻ്റെ അപ്ഡേറ്റഡ് സംഭവം ഒന്ന് ഞാൻ കാണിച്ചു തരാം. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിങ്ങൾ ഓൾറെഡി പിക്സൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ പിക്സലിൻ്റെ അപ്ഡേറ്റ് സെക്ഷനൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അബൌട്ട് ദ ഡിവൈസ് അങ്ങനെ സംഭവമൊന്നുമില്ല. ഇപ്പോൾ ഈ അപ്ഡേറ്റ് സെക്ഷനൊക്കെ വരുന്നത് ഡിവൈസ് ഹെൽത്ത് ആൻഡ് സപ്പോർട്ട് എന്ന സ്ഥലത്താണ് വരുന്നത്. ഇപ്പോൾ അബൌട്ട് ഡിവൈസ് ആ സംഭവങ്ങളൊക്കെ പിക്സൽ ലോഞ്ചറിൽ അവർ Android 16 ശേഷം എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് എടുക്കുന്നത് കണ്ടോ, നവംബറിലത്തെ അപ്ഡേറ്റ് ആണ് എടുക്കുന്നത്. ലേറ്റസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സാംസങ്ങിൻ്റെ അടുത്ത് കാണിച്ചിട്ടാണെങ്കിൽ അതിൽ മിക്കത് ഒക്ടോബർ ആയിരിക്കും. ഓർമ്മയില്ല, ഒക്ടോബർ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റിൽ വരുന്നത് ഒക്ടോബർ തന്നെ ആട്ടാ. വന്നിട്ടുണ്ടായിരിക്കാൻ ചാൻസ് ഒന്നുമില്ല. ഇതിൽ ഒക്ടോബറിന് കിടക്കുന്നുണ്ടാവും. കണ്ടു, ഒക്ടോബറാണ് സെക്യൂരിറ്റി പാച്ച് എടുക്കുന്നത്. അപ്പോൾ പിക്സലും എപ്പോഴും ഫാസ്റ്റ് ആണല്ലോ. ഫസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റൊക്കെ പിക്സലിലാണ് കിട്ടുക. നിങ്ങൾ ചിലപ്പോൾ ഒരു ന്യൂസ് കണ്ടായിരിക്കും, നമ്മുടെ സാംസങ് ഡിവൈസുകൾക്ക് കുറേ കാലമായിട്ട് ഹാക്കിങ് സംഭവമൊക്കെ സാംസങ് ഗാലക്സി ഡിവൈസുകളെ ടാർഗറ്റ് ചെയ്തിട്ട് സംഭവമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാംസങ് ഡിവൈസുകൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ലേറ്റസ്റ്റ് സെക്യൂരിറ്റി പാച്ചുകൾക്കും അതുപോലെ തന്നെ ആപ്പുകളും സാംസങ്ങിൻ്റെ സ്റ്റോറിൽ പോയിട്ട് അവരുടെ എല്ലാ ആപ്പുകളും പ്ലഗിൻസും എല്ലാം അപ്ഡേറ്റ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ അത് ആക്ച്വലി അവർ സോൾവ് ചെയ്തു ഇപ്പോൾ, പക്ഷേ കുറേ കാലം സാംസങ് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഉണ്ടാകുന്നില്ല. അതാണ് സംഭവം. അപ്പോൾ അത് ചെയ്ത് വെക്കാൻ മറക്കേണ്ടത് സാംസങ് മാത്രമല്ല, എല്ലാ ഫോണുകളും സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോൺ മെയിൻലി ബിസിനസ് സംഭവം അത്യാവശ്യം നല്ല പ്രൈവറ്റ് ഡീറ്റെയിൽസ് എല്ലാ സംഭവവും നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഞാൻ ആക്ച്വലി എൻ്റെ എല്ലാ ഫോണുകളിലും സെപ്പറേറ്റ് ഞാൻ സെക്യൂർഡ് ആൻഡ് നമ്മുടെ ആൻറ്റിവൈറസും സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അത് ഞാൻ ഈവൻ iOS ഇപ്പോൾ കാര്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്ന് കണ്ടിട്ടുണ്ടായിരിക്കും, ആൻഡ്രോയിഡാണ് ഇപ്പോൾ iOS-നായിട്ടും എന്താ പറയുക സെക്യൂർ. അതിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടുണ്ടായിരുന്നു. അത് ഒഫീഷ്യൽ ന്യൂസുകളൊക്കെ തന്നെയാണ്. ഞാനിപ്പോൾ ആക്ച്വലി ഇതുപോലെ തന്നെ ഞാനിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ സെറ്റിൻ്റെ നമ്മുടെ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ ആണ്. ഞാൻ ഇത്രയും കാലം McAfee ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ബിറ്റ് ഡിഫൻഡർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നോട്ടൺ ഉപയോഗിക്കുന്നുണ്ട്. നല്ലത് ഇങ്ങനെ എല്ലാ കൊല്ലം ഒരു കൊല്ലത്തേക്കാണല്ലോ. ഞാൻ ആമസോൺ തന്നെ വാങ്ങിക്കാറത്. പിക്സലിൽ ഞാൻ പക്ഷേ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇതെൻ്റെ നമ്മുടെ ഓഫീസ് നമ്പറാണ്. ഇതിൽ ഞാൻ സെപ്പറേറ്റ് വേറെ ആപ്പുകളൊന്നും ഇട്ടിട്ടില്ല. പ്രൈമറി ഡിവൈസുകളിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ 2 ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും എല്ലാത്തിലും ആൻറ്റിവൈറസ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഉപയോഗിക്കാനും മറക്കണ്ട. എന്താ വെച്ചാൽ ഇപ്പോൾ സൈബർ അറ്റാക്ക് ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് കേട്ടോ. എപ്പോഴാണ് അടിച്ച് പോകാമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 2 ചാനൽ കാണാത്തവർ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ, പേജ് ഫോളോ അടിച്ചാൽ മതി.
ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. മറക്കണ്ട. ബൈ.